ഹായ് മക്കളെ, നിങ്ങളുടെ സ്വന്തം ശ്രീലക്ഷ്മി മിസ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം ശ്രീമത് സാറും ഉണ്ട്. മക്കളെ, അപ്പൊ നിങ്ങളിപ്പോ സ്കൂളിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലെ? അവർ ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരിക്കും. തീർച്ചയായിട്ടും അവരിങ്ങനെ സ്കൂളിൽ പോയിക്കൊണ്ടേ നിൽക്കുന്ന സമയത്ത് നല്ല റിലാക്സ് ആയ അവസ്ഥയില് പുതിയ 2 ന്യൂസുകൾ വരികയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 അപ്ഡേറ്റ്സ്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് മക്കളെ. ആ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനും മിസ്സും കൂടി ഇന്ന് വന്നത്. അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റ് എന്തുകൊണ്ടും പറയാൻ അർഹമെന്ന് പറഞ്ഞ ടീച്ചർ തന്നെയാണ്. ടീച്ചർ തുടങ്ങിക്കോളൂ. എന്താണ് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് അവരുടെ ഓണം പരീക്ഷയുടെ ഡേറ്റ് വന്നു. അപ്പൊ മക്കൾ വിചാരിക്കുന്നുണ്ടാവും സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അവർ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്, അവർ ഭയങ്കര റിലാക്സ്ഡ് മൂഡിലാണ്, അതിന്റെ ഇടയിലാണ് ഓണം പരീക്ഷ എന്നുള്ളത്. നമുക്കൊന്നും പറയാനില്ല. 2 അപ്ഡേറ്റ്സിലാണ്, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 അപ്ഡേറ്റ്സിലാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡേറ്റ് വന്നു കഴിഞ്ഞു. സെക്കൻഡ് അപ്ഡേറ്റ് സാർ തന്നെ പറഞ്ഞോളൂ. ഞാൻ തന്നെ പറയാം, കാരണം അതാണ് ഏറ്റവും നല്ല അപ്ഡേറ്റ്. അതായത് ഓണത്തിന് കുട്ടികൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അപ്ഡേറ്റ്. ഓണത്തിന് എന്നാണ് നിങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാൻ പോകുന്നത്, എന്നാണ് സ്കൂൾ വീണ്ടും തുറക്കുക, അതായത് എന്നാ അടയ്ക്കുക എന്നാ തുറക്കുക, ആ ഡേറ്റും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ 2 കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ 2 പേരും ഇവിടെ വന്നത്. അപ്പോൾ ഒരുപാട് അപ്ഡേറ്റുകൾ ഇതേപോലെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വരുന്നുണ്ട്. ഇതെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നും എപ്പോഴും ഏകൻ തന്നെയായിരിക്കും. എന്നാൽ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാം. കാരണം ഈ അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അത് കറക്റ്റ് സമയത്ത് കൃത്യസമയത്ത് ഇവരിലേക്ക് എത്തണം. മക്കളെ, നിങ്ങളെ സംബന്ധിച്ചപ്പോൾ നിങ്ങൾ 8ാം ക്ലാസ് ആണെങ്കിലും 9ാം ക്ലാസ് ആണെങ്കിലും 10ാം ക്ലാസ് ആണെങ്കിലും ഈ ഒരു ഓണ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ടീച്ചർ അങ്ങനെ പറയാനുള്ള കാരണം? ഇപ്പൊ നമ്മൾ 8ാം ക്ലാസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ ഇത്രയും കാലം UP ആയിരുന്നു അല്ലെ? UPയിൽ നിന്ന് അവർ എങ്ങോട്ടേക്കാണ്? ഹൈസ്കൂളിലേക്കാണ് പോകുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ വ്യത്യാസമുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ വ്യത്യാസമുണ്ട്, സിലബസ് കുറച്ചും കൂടി അധികം അവർക്ക് പഠിക്കാനുണ്ട്. അങ്ങനെ പല രീതിയിൽ വ്യത്യാസങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 8ാം ക്ലാസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ടാസ്ക് തന്നെയാണ് മക്കൾക്ക്. അതേപോലെ 9th സ്റ്റാൻഡേർഡിനും ഉണ്ട്. 9th സ്റ്റാൻഡേർഡ് സംബന്ധിച്ചിടത്തോളം അവരെ കംപ്ലീറ്റ് സിലബസ് മാറി അല്ലെ? പുതിയൊരു സിലബസ് ആണ് ഇവർ പഠിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കേ മാറി. ഈ ഒരു ടൈമിൽ ഇവരെ എക്സാമിനും ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ? കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ പുതിയൊരു ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും പല രീതിയിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? മാറ്റം കാണാൻ സാധിക്കും. അതുകൊണ്ട് 9th സ്റ്റാൻഡേർഡ് സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ടാസ്ക് തന്നെയാണ്. ഇനി 10ാം ക്ലാസ് എല്ലാവരും കാത്തു നിൽക്കുന്ന SSLC. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ആദ്യത്തെ പബ്ലിക് എക്സാം ആണ് ഈ SSLC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ ഈ എക്സാമിന് മുന്നോടിയായിട്ട് വരുന്ന ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓണത്തിന്റെ ഓണപരീക്ഷയാണ്. അവരുടെ ആദ്യത്തെ ചവിട്ടുപടി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. തീർച്ചയായിട്ടും പറയാം. അതെ. അപ്പൊ ഈ ഓണപരീക്ഷ എന്ന് പറഞ്ഞതിന്റെ ഡേറ്റ് നമുക്ക് ആദ്യം കൂടെ പറയാം. അപ്പം ഇനി കൃത്യം എത്ര മാസം ഉണ്ട് ഓണപരീക്ഷയ്ക്ക്? മുന്നിലുള്ളത് 3 മാസമാണ്. പല ആളുകളും വിചാരിക്കുന്നത് ഓഗസ്റ്റ് മാസം എക്സാം നടക്കുമെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. സെപ്റ്റംബർ 4-നാണ് നമുക്ക് ഓണപരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെപ്റ്റംബർ 4 മുതൽ സെപ്റ്റംബർ 12 വരെയാണ് നിങ്ങളെ ഓണത്തിന്റെ എക്സാം നടക്കുക. ഓക്കെ, ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇവർ ആലോചിക്കുന്നുണ്ടാവും ഇനി 3 മാസം അല്ലേ? അവിടെയാണ് നമ്മുടെ അടുത്ത ടാസ്ക് വരുന്നത്. കാരണം 3 മാസം ഉണ്ടെങ്കിലും സെപ്റ്റംബർ 4-നാണ് പരീക്ഷയെങ്കിലും അതിന്റെ മുന്നേ നമുക്ക് എന്തുണ്ട്? മിഡ് ടേം എക്സാം വരുന്നുണ്ട്. ഫസ്റ്റ് മിഡ് ടേം എക്സാം ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓണം പരീക്ഷ നന്നായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓണത്തിന്റെ എക്സാം അടിപൊളിയായിട്ട് ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവിധ സംവിധാനവും നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടന്റ് വീഡിയോസ് വരുന്നുണ്ട്, ഷോർട്ട് വീഡിയോസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് ആ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏകൻ നിങ്ങളെ കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഏകന്റെ കൂടെയും വേണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. അവർക്ക് പരീക്ഷയ്ക്ക് 3-3.5 ചാപ്റ്ററോളം എല്ലാ സബ്ജക്ട്സിലും ഉണ്ടാവും. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വെൽ പ്ലാനോട് കൂടി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ മിഡ് ടേം എക്സാമിന്റെ മുന്നേ നമ്മൾ അത് എടുത്തു തീർക്കുന്നത്. അത് അവർക്ക് യൂസ്ഫുൾ തന്നെയാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ അറിയണം, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആപ്പ് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഏകൻ ആപ്പിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ചാനൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തൊക്കെയാണോ നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, അവർക്ക് 14 ഡേയ്സ് ട്രയലും ഉണ്ട്, ഫ്രീ ട്രയൽ ഉണ്ട്. ഫ്രീ ആയിട്ട് 14 ദിവസം, അതായത് 2 ആഴ്ച അവർക്ക് യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം എന്ത് ചെയ്താൽ മതി? പർച്ചേസ് ചെയ്യാം. അത്രേ ഉള്ളൂ. നിങ്ങൾ കയറി നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി എന്നാണ് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് സ്കൂൾ അടയ്ക്കുന്നത്, എന്നാണ് തുറക്കുന്നത്, എന്നാണ് ഓണം വെക്കേഷൻ നമ്മുടെ മക്കളുടെ മനസ്സിലായി. ഇനി അധികം നമ്മളല്ലേ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ട.
സെപ്റ്റംബർ 13 നിങ്ങൾ സ്കൂൾ അടയ്ക്കും. എന്നിട്ട് സെപ്റ്റംബർ 23 അന്ന് 10 ദിവസമാണ് നമുക്ക് വെക്കേഷൻ വരുന്നത്. ആ ഒരു ദിവസം നമുക്ക് എന്താണ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. അപ്പോൾ അതിന്റെ മുന്നേ ഉള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ അത്രയും നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചെടുക്കുക കേട്ടോ. ഇനി ടീച്ചറെ എനിക്ക് ഇവരോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോ ഓണപരീക്ഷ എഴുതാൻ കോൺഫിഡന്റ് ആണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ കോൺഫിഡന്റ് അല്ല എന്നാണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കോൺഫിഡന്റ് അല്ലാത്തത്? കാരണം നമുക്ക് അതിനു വേണ്ടി എന്ത് ചെയ്യാം, നിങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അതായത് നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും, ഈ പഠന സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കമന്റ് ബോക്സിൽ ഇടാം. ഞങ്ങൾ എന്തായാലും 100% ഞങ്ങളത് ചെയ്തിരിക്കും. ഏകൺ പറയുന്ന കാര്യങ്ങൾ എന്തായാലും ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ ബോധിപ്പിച്ച് തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇങ്ങനത്തെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളായിട്ട് ഞാനും മിസ്സും വീണ്ടും വരും. അപ്പോൾ അതുവരെ Stay tuned.